രോഹിണി ഏവരെയും ഞെട്ടിപ്പിച്ച വാർത്ത തന്നെയാണ്. കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന ക്രൂരമായ റാഗിംഗ്. കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ദേഹത്ത് വരയുക, മുറിവുകളിൽ ലോഷൻ ഒഴിക്കുക, അത്തരത്തിൽ എത്രമാത്രം ക്രൂരമായിട്ടാണ് റാഗിങ്ങിന്റെ പേരിൽ. ഒരുപക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ തന്നെ കഴിയാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അത്രമാത്രം ക്രൂരമായ ഒരു റാഗിംഗ് തന്നെയാണ് നടന്നത്. വിനോദ്, നമുക്കറിയാം സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം കേരളത്തിൽ ഇത് തുടരുന്നു എന്നുള്ളതാണ്. അതെ, കാരണം ഇവരെല്ലാവരും ഒരു പ്രത്യേക പാർട്ടിയുടെ തണലിൽ ഇവർക്ക് സംരക്ഷണം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കേരളം കണ്ടത്. മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അതുമാത്രമല്ല വിനോദ്, ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത് യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ അവർ തന്നെ പകർത്തുന്നു. അത് കാണിക്കുന്നു മറ്റു ജൂനിയർ വിദ്യാർത്ഥികളെ. അത് കാണിച്ചാണ് പണപ്പിരിവ് നടത്തുന്നത് എന്നുള്ളതാണ്. അത് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് അവർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പിന്നീട് അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് ഈ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രിൻസിപ്പലും അസിസ്റ്റൻറ്റ് പ്രൊഫസറെയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറെയും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ അവിടെ മറ്റ് നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവിടെ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ വരെ കണ്ടെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൃത്യമായി റാഗിങ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാനുള്ള ആയുധങ്ങൾ എല്ലാം ഈ ക്യാമ്പസിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പലിനൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായി ഉത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ. പ്രൊഫസർ സുലേഖ, അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് വാർഡൻ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരാണല്ലോ സസ്പെൻഷനിലായിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്തിലേക്ക് എത്താം. അതിനു മുൻപ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ മുൻപുണ്ടായ അനുഭവങ്ങളെല്ലാം കേരളം കാണുന്നുണ്ട്. കാരണം സിദ്ധാർത്ഥനെ എത്ര ക്രൂരമായി മർദ്ദനം നടത്തി, റാഗിംഗ് നടത്തി മരണത്തിലേക്ക് നയിച്ചവർ സുഖമായി ഇപ്പോഴും പരീക്ഷയൊക്കെ എഴുതി അവരുടെ കോളേജ് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെ. ഇതൊക്കെ തന്നെ ഭരണപക്ഷ യൂണിയനിൽപ്പെട്ട അല്ലെങ്കിൽ SFIയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രതികൾക്കൊക്കെ രക്ഷപ്പെടാനുള്ള വലിയൊരു പഴുത്. ഇപ്പോൾ കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ വിഷയമായാലും, നേരത്തെ രോഹിണി പറഞ്ഞ പോലെ തന്നെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിഷയമായാലും, റാഗിംഗ് ആയാലും, അവിടെയൊക്കെ പ്രതിസ്ഥാനത്തുള്ളവർക്ക്, പ്രത്യേകിച്ചും ഭരണകക്ഷിയുമായും CPM നേതാക്കളുമായും അല്ലെങ്കിൽ SFIയുമായിട്ടൊക്കെ ബന്ധമുള്ളത് ഇവരെയൊക്കെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ പക്ഷേ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും പാർട്ടി നോക്കാതെ തന്നെ നടപടി എടുക്കേണ്ടതാണ് രോഹിണി. അതെ, തീർച്ചയായും. എന്തായാലും ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു രീതിയാണ്. നമുക്ക് കോട്ടയത്തേക്ക് തന്നെ പോകാം, മിഥുൻ അയ്യപ്പനിലേക്ക് തന്നെ പോകാം. മിഥുൻ, ഈ കോളേജിലെ പ്രിൻസിപ്പൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്തു. സെക്യൂരിറ്റിയോട് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇപ്പോൾ ക്യാമ്പസിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ടല്ലോ മിഥുൻ അയ്യപ്പൻ. തീർച്ചയായിട്ടും ഈ സംഭവത്തിൽ തെളിവുകൾ ശേഖരിച്ച് തുടങ്ങി എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ഞെട്ടിപ്പിക്കുന്ന വീഡിയോയിൽ ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ ക്രൂരമായി ഉപദ്രവിക്കുന്നത് ഡിവൈഡറുകളും അതുപോലെ തന്നെ കോമ്പസുകളും ഡംബലുകളും എല്ലാം ഉപയോഗിച്ചാണ്. മുറികളിൽ നടത്തിയ പരിശോധനയിൽ ഇവയെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ആ കുട്ടിയുടെ ദേഹത്ത് വരഞ്ഞിരുന്ന ഡിവൈഡർ, ഒപ്പം തന്നെ ഈ സ്വകാര്യ ഭാഗങ്ങളിൽ തൂക്കിയിട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭാരമുള്ള ഡംബലുകൾ, ഇവയാണ് ഈ കുറ്റകൃത്യത്തിന്, ഈ ക്രൈമിന് വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട വസ്തുക്കൾ. അവ പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ ഹോസ്റ്റൽ മുറികളിൽ നടത്തിയ പരിശോധനയിൽ കരിങ്കല്ലുകളും അതുപോലെ തന്നെ കത്തികളും എല്ലാം തന്നെ അസ്വാഭാവികമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ആദ്യം മുതലേ അന്വേഷിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിദ്യാർത്ഥികളുടെ പരാതികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവ വലിയ ഭയപ്പാടോടെയാണ്
മാത്രമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള 6 പേർ ഈ കഴിഞ്ഞ 3 മാസത്തോളം കഴിഞ്ഞത്. അതിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഇത്തരത്തിൽ ഈ പീഡനം നേരിട്ടുവെന്ന് പുറത്തു പറയുന്നതും പോലീസിൽ രക്ഷിതാക്കൾ മുഖേന പരാതി നൽകുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായ കേസന്വേഷണം മുഴുവൻ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളുടെ പരാതി സ്വീകരിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒന്നാണ്. 6 ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഇതോടകം തന്നെ പരാതി നൽകിയിരുന്നു. 4 വിദ്യാർത്ഥികൾ കൂടി ഈ കേസിൽ ഔദ്യോഗികമായി പരാതി നൽകി എന്നുള്ളതാണ്. ഈ 6 പേരുടെയും മൊഴി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കോളേജ് അധികൃതരുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും കൂടുതൽ ഡെവലപ്മെന്റുകൾ ഈ കേസുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ നൽകിയ വാർത്താ പ്രകാരം ഈ 5 പ്രതികളിൽ മാത്രമായി, അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഈ 5 വിദ്യാർത്ഥികളിൽ മാത്രമായി അന്വേഷണം ഒതുക്കുന്നുവെന്നും ഈ കേസിൽ ഈ 5 പേരെ മാത്രം പ്രതിയാക്കുന്നതിനെതിരെയും വിവിധ രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തിയിരുന്നു. ഇത് ശരിയല്ല എന്നും ഉത്തരവാദിത്തപ്പെട്ട അധികൃതരെ കൂടി ഇതിൽ പ്രതി ചേർക്കണമെന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ ഈ 3 മാസത്തോളം നീണ്ടുനിന്ന ഈ ക്രൂരമായ പീഡനം അറിഞ്ഞില്ല എന്ന് പറയുന്നത് കോളേജ് പ്രിൻസിപ്പളും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനും എല്ലാം ഇക്കാര്യം പറയുന്നത് ഒട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതല്ല. ഒരുപക്ഷെ അവർ ഈ റാഗിങ്ങിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇൻഡയറക്റ്റ്ലി എങ്കിൽ പോലും അത്തരത്തിൽ അതിന് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവരെ കൂടി വിചാരണ ചെയ്യണം, അല്ലെങ്കിൽ അവരെ കൂടി ഇത്തരത്തിൽ കേസിൽ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യം BJP ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UDF നേതാക്കളും കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വകുപ്പ് തല നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുതിയ കാര്യം. അവർക്കെതിരെ ഇരുവരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു നടപടി ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഈ താൽക്കാലിക ജീവനക്കാരനാണ് ഹോസ്റ്റലിൽ രാത്രിയിൽ ഉണ്ടായിരുന്നത്. സുരക്ഷാ ജീവനക്കാരൻ ആളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതും തടയേണ്ടതും ഈ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരനാണ്. ആളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ചൊരു വിശദീകരണം കോളേജ് അധികൃതർ ഇയാളിൽ നിന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയുടെ ഭാഗമായി ഇയാളോട് മാറി നിൽക്കാൻ കൂടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ വലിയ ഡെവലപ്മെന്റുകൾക്ക് ഇന്നത്തെ ദിവസം സാക്ഷിയാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാരണം വലിയ നടപടികൾ ഈ കേസിൽ ഉണ്ടാകുന്നു. കേസന്വേഷണം കൂടുതൽ വ്യാപൃതമാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതേസമയം തന്നെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഇന്ന് BJP വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ, കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ നഴ്സിംഗ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് പ്രതിഷേധ ജാഥ നടത്തുകയാണ്, പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമാനമായി തന്നെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെ, ഇതാണ് പ്രബുദ്ധ കേരളം, ഇത് കേരളമാണ്, ഇതാണ് പുരോഗമനം തുടങ്ങിയ പ്രതികരണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. രോഹിണി, വളരെ ദാരുണമായ സംഭവമാണ്, വളരെ ക്രൂരമായ സംഭവമാണ് കോട്ടയത്ത് അരങ്ങേറിയത്.